സൂപ്പർ സ്റ്റാർ ആകുന്നതിന് മുമ്പ് അമിതാഭ് ബച്ചൻ ആകാശവാണിയിൽ ഒരു അവതാരകനാകാൻ ശ്രമിച്ചിരുന്നു. ജോലി ലഭിക്കാനായി ഗീത്മാലയിലൂടെ പ്രശസ്തനായ അമിൻ സയാനിയെ കാണാനായിട്ട് അമിതാഭ് ബച്ചൻ ചെന്നു. തിരക്കിനിടയിൽ മെലിഞ്ഞ യുവാവിനെ കാണാൻ സയാനിക്ക് സമയം കിട്ടിയില്ല. പലതവണ ശ്രമിച്ചു നോക്കി, കാണാൻ കഴിഞ്ഞില്ല. സാധിക്കാതെ വന്നപ്പോൾ അമിതാഭ് ബച്ചൻ ആകെ നിരാശനായി അദ്ദേഹം മടങ്ങിപ്പോയി. പിന്നീട് ആനന്ദ് എന്ന സിനിമ കണ്ടപ്പോൾ ബച്ചൻ്റെ ശബ്ദം അമീൻ സയാനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. പക്ഷെ തൻ്റെ അടുത്ത് ജോലിക്കായി വന്ന ആ മെലിഞ്ഞ മനുഷ്യൻ ബച്ചനാണെന്ന് പക്ഷെ തിരിച്ചറിയാൻ സയാനിക്ക് കഴിഞ്ഞില്ല. ബച്ചൻ താരമായതിനു ശേഷം ഒരു അഭിമുഖത്തിൽ ആകാശവാണിയിൽ ജോലി തേടി ചെന്നതിനെപ്പറ്റി ചോദിച്ചപ്പോഴാണ് അമീൻ സയാനിക്ക് ആളെ മനസ്സിലായത്. കൗതുകരമെന്ന് പറയട്ടെ, ബച്ചൻ്റെ സിനിമയിൽ രംഗപ്രവേശം നടനായിട്ടായിരുന്നില്ല, ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ടായിരുന്നു. 1969 റിലീസ് ചെയ്ത മൃണാൾസണിൻ്റെ ഭുവൻ ഷോമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന വാതിലുകൾ അടയും, പക്ഷെ അത് കൂടുതൽ അവസരങ്ങളിലേക്ക് പുതിയ വാതിലുകൾ തുറന്നു തന്നു എന്ന് വരും. നമ്മുടെ കഴിവുകൾ തിരിച്ചറിയാൻ മറ്റുള്ളവർ കഴിഞ്ഞില്ലെങ്കിലും സ്വയം വിശ്വസിക്കുകയും ആത്മവിശ്വാസത്തോടെ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്താൽ നമ്മുടെ വിജയം മറ്റു ചില മേഖലകളിൽ ആയിരിക്കും തുറന്നു കിട്ടുക. അപ്പോൾ ഒരു ചെറിയ തിരസ്കരണം ഒരു വലിയ വിജയഗാഥയുടെ ജനാലയായി മാറി എന്നുള്ളതാണ് അമിതാഭ് ബച്ചൻ്റെ ജീവിതകഥ നമ്മോട് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും വാതിൽ മുട്ടി ആ വാതിൽ തുറന്നില്ല എന്ന് കരുതി നിരാശപ്പെട്ട് വീട്ടിലേക്ക് മടങ്ങണ്ട. നമ്മൾ അടുത്ത വാതിൽ മുട്ടണം. 10 100 വാതിലുകൾ മുട്ടുമ്പോൾ ചിലപ്പോൾ ഏറ്റവും ആകർഷകമായ ഒരു വാതിൽ നിങ്ങളുടെ മുന്നിൽ മലർക്ക തുറന്നു വരും. ആ വാതിലായിരിക്കും നിങ്ങളുടെ ഭാവി ഒരുപക്ഷെ തീരുമാനിക്കുക.